ഹലോ, ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പ്രതീക്ഷയുടെ അമിതഭാരം എന്നൊരു സംഭവം സംവിധായകന്റെയും ആ രചയിതാവിന്റെയും ഒക്കെ തലയിൽ വന്ന് കയറും. അതിനുശേഷം അടുത്ത സിനിമ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, സമ്മർദ്ദം ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഇനി വരുന്ന കാഴ്ചക്കാർ, അടുത്ത സിനിമയ്ക്ക് വരുന്നവർ മുൻപത്തെ സിനിമയുടെ റെഫറൻസുമായിട്ടായിരിക്കും വരുന്നത്. ആ സിനിമ പോലെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഡെലിവർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് വിപിൻ ദാസ് വിജയിച്ചിരിക്കുന്നത്. വിപിൻ ദാസ് ജയ 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 ഹേക്ക് ശേഷം സംവിധാനം ചെയ്ത ദീപു പ്രദീപിന്റെ രചനയിൽ ഒരുങ്ങിയ ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിന് ഒരു പടി മുകളിൽ നൽകിയിരിക്കുകയാണ്. മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരികയാണ്. ഒരു നിമിഷം പോലും മനുഷ്യനെ പിടിച്ചിരുത്താൻ ബുദ്ധിമുട്ടാണ് ഇക്കാലത്ത്. ഒരു ചെറിയൊരു ലാഗ് ഉണ്ടായാൽ മതി, സിനിമ അല്പമൊന്ന് താഴെ പോയാൽ മതി, ആൾക്കാർ മൊബൈലിലേക്ക് നോക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തയിലായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളപ്പോഴാണ് 2.25 മണിക്കൂർ നമ്മളെ വിടാതെ പിടിച്ചിരുത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു അത്ഭുതമാകുന്നത്. കരിമല കയറ്റത്തേക്കാൾ കഠിനമായ ഒരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സിനിമ നൽകുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുക, എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത്. ബേസിൽ ജോസഫും പൃഥ്വിരാജും അനശ്വര രാജനും നിഖില വിമലും ജഗദീഷും മാത്രമല്ല, അഭിനയിച്ച ഓരോരുത്തരും അന്യായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ദീപു പ്രദീപിന്റെ തിരക്കഥ ഗംഭീരം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പഴയൊരു തമിഴ് സിനിമയിലെ തമിഴ് സോങ്ങും മനോഹരമായിട്ട് ഇതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ നിമിഷവും നമ്മളെ ആ സിനിമയിലേക്ക് ആകർഷിച്ച് നമ്മളെ സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു 5 കൂട്ടം പായസം ചേർത്ത് ഒരു നല്ല സദ്യ കഴിച്ച ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കുടുംബസമേതം കാണാം. ഡബിൾ മീനിങ് കോമഡികളൊന്നുമില്ല. എൻജോയ് ചെയ്ത് തന്നെ തിയേറ്ററിൽ നിന്ന് മടങ്ങാം. ഈ സിനിമയുടെ തീം വളരെ സിമ്പിളാണ്. വിപിൻ ദാസ് മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു സോഷ്യൽ സറ്റയറോ സോഷ്യൽ മെസ്സേജ് തരുന്ന സിനിമയോ ഒന്നുമല്ല. ഇവിടെ കഥ വിനു രാമചന്ദ്രന്റെ കല്യാണം മാത്രമാണ്. വിനു രാമചന്ദ്രൻ ബേസിലാണ്. വിനു രാമചന്ദ്രന് തന്റെ ഭാവിവധുവായ അഞ്ജലിയേക്കാൾ ഇഷ്ടം അളിയനാക്കാൻ പോകുന്ന ആനന്ദനോടാണ്. ആനന്ദൻ പൃഥ്വിരാജാണ്. അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടം, ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ആ ഇഷ്ടം തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ പ്രശ്നങ്ങളാണ് ഈ സിനിമ അനാവരണം ചെയ്യുന്നത്. സിനിമ തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇനി വരാൻ പോകുന്ന പ്രശ്നമെന്ന്. പിന്നെ നമ്മൾ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻസും ആ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളുമെല്ലാം കാണിച്ചു തരികയാണ്. അങ്ങനെ സിനിമ ടോട്ടൽ ഒരു സറ്റയർ, ഒരു കോമിക് ലെവലിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. തന്റെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുന്ന, തന്നെ കൗൺസിൽ ചെയ്യുന്ന, തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആനന്ദേട്ടനോട് വിനു രാമചന്ദ്രന് അടക്കാത്ത സ്നേഹമാണ്. എന്നാൽ വിനു രാമചന്ദ്രന് ആനന്ദേട്ടന്റെ യഥാർത്ഥ സ്വഭാവം അറിയില്ല. ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് വിനു രാമചന്ദ്രന് മനസ്സിലാകുന്നത് യഥാർത്ഥ ആനന്ദേട്ടൻ ആരാണെന്ന്. അതിനുശേഷം അവർ തമ്മിലുള്ള വടംവലിയാണ്, അവർ തമ്മിലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ കാതൽ. പല സിനിമകളുടെയും സ്പൂഫ് അല്ലെങ്കിൽ റെഫറൻസ്, ഉദാഹരണത്തിന് മായൻകുട്ടി വി പോലുള്ളവ, അത് ട്രെയിലറിൽ തന്നെ ഉണ്ട്. പല സീൻസും പല കഥാപാത്രങ്ങളും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മളെ ചിരിപ്പിച്ചത് ക്ലൈമാക്സിൽ വരുന്ന ഒരു റെഫറൻസ് ആണ്. അത് എന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ക്ലൈമാക്സിൽ ഒരു കമിയോ റോളിൽ ഒരു പ്രധാന നടനും വരുന്നുണ്ട്. അദ്ദേഹം മുൻപ് വിപിൻ ദാസിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആകെ മൊത്തം പറഞ്ഞാൽ 2024 അടുത്ത ഹിറ്റാവാൻ പോകുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഇത് 50 കോടി നേടുമെന്നോ 100 കോടി നേടുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹിറ്റാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. കുടുംബങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന സിനിമയാണ്. നല്ല സിനിമയാണ്. ടിക്കറ്റ് എടുക്കുക, കാണുക, അഭിപ്രായം ഷെയർ ചെയ്യുക. താങ്ക് യു.